ഒരു കർഷകന് ഇത് എന്തായാലും ചെയ്യാൻ പറ്റും. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇല്ലെങ്കിൽ ടെക്നോളജിക്കൽ നോളജ് ഉള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. കൺട്രോൾ എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലി അഗ്രികൾച്ചർ ചെയ്യുന്നതാണ്. ഒരു റൂമിനകത്ത് ആർട്ടിഫിഷ്യൽ സൺലൈറ്റ്, ആർട്ടിഫിഷ്യൽ ടെമ്പറേച്ചർ കൺട്രോൾ, ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിറ്റി ഇതെല്ലാം കൊടുത്ത് ചെയ്യുന്നതാണ്. ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്ലാന്റ്സിന്റെ എല്ലാ ഗ്രോത്ത് ഫേസും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്നതും ഇതെല്ലാം ഇതിന്റെ അഡ്വാൻറ്റേജ് ആണെങ്കിലും ഇതിന്റെ പവർ കൺസംഷൻ നോക്കുകയാണെങ്കിൽ നല്ലോണം ഒരു പവർ കൺസ്യൂമിങ് ഉണ്ട്. കാരണം എല്ലാ ഇലക്ട്രിസിറ്റി കണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോൾ ലൈറ്റിംഗ് ആണ് ഇതിന്റെ 50% യൂസ് ചെയ്യുന്നത്. നമ്മൾ ലൈറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഓരോ ചെടിക്കും ഓരോ ഗ്രോത്ത് ഫേസാണ് ഉള്ളത്. ആ ഓരോ ഗ്രോത്ത് ഫേസിൽ വേണ്ട ഇന്റൻസിറ്റി, അതായത് ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും ലൈറ്റിന്റെ ടൈം പീരീഡും ഒക്കെ വേറെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ജെർമിനേഷൻ സമയത്ത് വേണ്ട ലൈറ്റ് അല്ല വെജിറ്റേറ്റീവ് സമയത്ത് വേണ്ട. ഈ ജെർമിനേഷൻ സമയത്ത് ഇന്റൻസിറ്റി കുറവുള്ള ലൈറ്റ് വേണം. ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുന്നതിലൂടെ നമുക്ക് കറണ്ടിന്റെ അളവ് കുറയ്ക്കാം. ഈ കറണ്ടിന്റെ അളവ് കുറയുമ്പോൾ പവർ കൺസംഷൻ അതിനനുസരിച്ച് കുറയും. അതാണ് നമ്മുടെ പ്രൊജക്ടിന്റെ മെയിൻ. പിന്നെ ഇതിന്റെ ഓട്ടോമേഷനും ഉണ്ട്. അതായത് ഒരു കർഷകന് വിത്ത് ഇട്ടൊന്ന് ചൂസ് ചെയ്താൽ മതി ഈ ഒരു ആപ്പിൽ. അപ്പോൾ ഓരോ ഫേസ് അനുസരിച്ച് തന്നെ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതിലൂടെ പവർ കൺസംഷനാണ് നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. നമുക്ക് കർഷകർക്ക് ഈസി ആയി കൊടുക്കാന്നുള്ള രീതിയിലാണ് ഈ ഓട്ടോമേഷൻ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളെ ഒപ്പീനിയൻ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തതിന് ടെക്നോളജി തന്നെ ഇതില് ഉള്ള ഇൻട്രസ്റ്റ്